കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റിന് തുടക്കം കുറിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ടൂറിസം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന ടൂറിസം കേന്ദ്രമായി മാറ്റാനുതകുന്ന കാലാവസ്ഥയാണ് കാന്തല്ലൂരിനുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. കാന്തല്ലൂരിന്റെ ടൂറിസം വികസനത്തിനായും അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ലക്ഷ്യമിട്ടാണ് 7 മുതൽ 12 വരെ കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് നടക്കുന്നത്. രണ്ടാം തവണയാണ് ഫെസ്റ്റ് നടക്കുന്നത്. കാന്തല്ലൂർ പഞ്ചായത്ത്, റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ, ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ടൂറിസം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന ടൂറിസം കേന്ദ്രമായി മാറ്റാനുതകുന്ന കാലാവസ്ഥയാണ് കാന്തല്ലൂരിനുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ജോഫിയുടെ കൂടി ക്ഷണപ്രകാരം ഇവിടെ വരാനും കാന്തല്ലൂരിനെ കേട്ടും അറിഞ്ഞും മാത്രം അനുഭവമുള്ള ഒരു നാടിനെ നേരിട്ട് അനുഭവിക്കാനും ലഭ്യമായിട്ടുള്ളൊരവസരം യഥാർത്ഥത്തിൽ രാവിലെ റെസ്പോൺസിബിൾ ടൂറിസം മിഷന്റെ CEO ആയിട്ടുള്ള രൂപേഷുമായിട്ടും പഞ്ചായത്ത് ഭാരവാഹികളും ഒക്കെയായി സംസാരിക്കുമ്പോൾ ലോകത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്ന വിധത്തിൽ, എന്നാൽ നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഒരു കുറവും പറ്റാത്ത വിധത്തിൽ ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി യഥാർത്ഥത്തിൽ കാന്തല്ലൂരിനെ മാറ്റാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ നമുക്ക് അനുഗ്രഹീതമായി ഇവിടെയുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, ഭൗമ്യ പദവി ലഭ്യമായിട്ടുള്ള, സൂചിക പദവി ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 2 വിഭവങ്ങളുടെ കേന്ദ്രമാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ മറയൂരിനോടുകൂടി ചേർന്ന് നിൽക്കുന്ന കാന്തല്ലൂർ എന്ന ഈ ഗ്രാമം. ഒന്ന് വെളുത്തുള്ളിയും മറ്റൊന്ന് ശർക്കരയും. ഭൗമസൂചിക പദവി ലഭ്യമായി ലോകത്തു തന്നെ കാന്തല്ലൂരിനെയും മറയൂരിനെയും അടയാളപ്പെടുത്തുന്ന വിധത്തിലുള്ള 2 വിഭവങ്ങൾ കൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള പഴവർഗ്ഗങ്ങളുടെ ലഭ്യത കൊണ്ട് നാട്ടിലേറ്റവും ശ്രദ്ധേയമായി മാറേണ്ട ഒരു സ്ഥലമാണ് കാന്തല്ലൂർ. ഉദ്ഘാടന ചടങ്ങിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ അധ്യക്ഷത വഹിച്ചു. RT മിഷൻ കോർഡിനേറ്റർ രൂപേഷ് കുമാർ വിശിഷ്ട അതിഥിയായി. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT മോഹൻദാസ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഫെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. പയസ് നഗർ ആനക്കോട്ടപ്പാറയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഫെസ്റ്റ് നഗരിയിൽ സമാപിച്ചു. തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പതാക ഉയർത്തി. ഫെസ്റ്റിന്റെ ഭാഗമായി മറയൂർ, ചിന്നാർ, മൂന്നാർ മേഖലകളിൽ നിന്ന് പ്രത്യേക ടൂർ പാക്കേജ് ഉണ്ടായിരിക്കും. കാന്തല്ലൂരിലെ 49 ടൂറിസം കേന്ദ്രങ്ങൾ, ശിലായുഗ കാഴ്ചകൾ, മുനിയറകൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കാം. കൂടാതെ ഭൗമസൂചികാ പദവി നേടിയ മറയൂർ ശർക്കര, കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി, ശീതകാല പച്ചക്കറികൾ, ആപ്പിൾ, സ്ട്രോബെറി, റാഗി, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ വിളയുന്ന തോട്ടങ്ങളും കാണാം. ചലച്ചിത്ര താരങ്ങൾ ഒരുക്കുന്ന മെഗാ ഷോ, വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി വിജയകരമായി നടപ്പാക്കിയ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന് മികച്ച ഗ്രാമീണ ടൂറിസം പദ്ധതി വിഭാഗത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചു. ഈ ഒരു ആവേശം കൂടി ഉൾക്കൊണ്ടാണ് ഇത്തവണ കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്.